ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വില്ലേജ് ജീനിയസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ വണ്ടിക്ക്, അതായത് ക്ലിൻഡേട്ടാൻ്റെ വണ്ടി ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യം, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ കാണാത്തവർക്കായിട്ട് ഫസ്റ്റത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അത് പോയി വാച്ച് ചെയ്തിട്ട് വരിക. കാരണം നമ്മൾ നമ്മുടെ വണ്ടിയുടെ പരിപാടിക്ക് എടുക്കുക. പിന്നെ ട്രൈക്കിൻ്റെ വർക്ക്സിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എത്രയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറും നോട്ടിഫിക്കേഷൻ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടൈം വേണ്ട, നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയിൽ മേടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് ഉണ്ട്, ഫെവിക്കോൾ ഉണ്ട്, സൂപ്പർ ഗ്ലൂ ഉണ്ട്. അതായത് ചില ഭാഗങ്ങളിൽ പശ ഒട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്ത് ഒട്ടിക്കും. പിന്നെ ഇത് 10 മീറ്റർ വയറുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ഐറിസ് ഓട്ടോ കവർ ചെയ്യാൻ നമുക്ക് 10 മീറ്റർ വയറിൻ്റെ ആവശ്യമില്ല. പിന്നെ ബാറ്ററിയിൽ നിന്ന് എക്സ്റ്റൻഷൻ എടുക്കാനും റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അഡീഷണലായിട്ട് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വയർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ലൈറ്റ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്രീൻ കളറ് വാട്ടർ പ്രൂഫ് ലൈറ്റാണ്. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് മഡ് ഗാർഡ് വഴി കൊടുക്കാനാണ്. വാട്ടർ പ്രൂഫ് ആയ കാരണം നമ്മൾ വണ്ടി കഴുകിയാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പിന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്ന വേറെ സാധനമാണ് ഈ ഒരു LED സ്ട്രിപ്പ്. ഇത് മ്യൂസർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മ്യൂസർ റിയാക്റ്റീവ് ആക്കുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾസ് നമ്മൾ കണക്ട് ചെയ്യും. ചെറിയ പൈസ തന്നെ മൊഡ്യൂളാണ്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് പർപ്പിൾ അല്ല, സോറി, റോസ് കളറാണ്. അത് ഞാൻ ഉറപ്പിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സോൾഡർ ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. സോൾഡറിങ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം വർക്ക് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റിംഗ് നോക്കിയിട്ട് നമുക്ക് ഇനി വണ്ടിയുടെ റിംഗ് സിസ്റ്റം വയർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് കണക്ഷൻ ഒന്ന് കൊടുത്തു കണ്ടോ. കണക്ഷൻ കൊടുത്തപ്പോൾ ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണ്. സോൾഡറിങ് ഒക്കെ പക്കയായിട്ടുണ്ട്. നമ്മൾ ബൈക്കിൻ്റെ ബാറ്ററിയാണ് കേട്ടോ കണക്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഐറിസ് വണ്ടിയുടെ അടിഭാഗം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. കണ്ടല്ലോ. അപ്പം ഈ ഒരു നോട്ട് കണ്ടോ നിങ്ങൾ? നോട്ട് കാണിച്ചു തരാം. ഈ ഒരു നോട്ട് നമ്മളൊരു വയർ ഇട്ടിട്ടുണ്ട്. ഈ വയർ നമ്മൾ വണ്ടിയുടെ കോമൺ വയറിംഗ് ആണ്. ഇതാ നമ്മൾ വണ്ടിയുടെ ഈ അടി കൂടി ഇടും. കാരണം ഇത് അഡീഷണൽ വയറിംഗ് ആണ്. അതായത് കോമൺ വയറിംഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളിതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. അല്ലാതാണെങ്കിൽ വണ്ടിയുടെ അടി കൂടെ ഇടാൻ വേറെ കുറച്ച് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ വയറിടാൻ നോക്കാം. അപ്പോൾ വയറെല്ലാം നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുക. ഇത് ചെയ്യുന്നതും നമ്മൾ ഈ ബാക്കിയുള്ള വയർ പുറത്തേക്ക് ഇട്ടിട്ട് ഈ ഒരു ഇനിയിടുന്ന വയറുകളെല്ലാം പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളെല്ലാ ലൈറ്റും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. പാരലായിട്ട് കണക്ട് ചെയ്തില്ല, ജസ്റ്റ് സീരീസ് ആയിട്ട് കൊടുക്കുക. കാരണം വണ്ടി ഓടുന്നതിനിടയ്ക്ക് വോൾട്ടേജ് കൂടിയാലും ഏറ്റവും കൂടുതൽ വോൾട്ടേജ് വലിക്കുന്ന ബൾബ് അതിന് പണി വരത്തുള്ളൂ, അധികം ഇത് വരത്തുള്ളൂ. മറ്റു ബൾബൊക്കെ സേഫായിരുന്നുള്ളൂ. അപ്പം ഇനി ഈ ബാക്കിയുള്ള ലെങ്ത്തുള്ള വയർ നമ്മൾ അടി ഫുള്ള് ആ ഒരു ഏരിയ ഉണ്ടല്ലോ നിങ്ങൾ, അങ്ങ് തൊട്ട് ഇങ്ങ് വരെ കവർ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. ഇപ്പം ഞാനും ചേട്ടായും കൂടെ വണ്ടിയുടെ അടി ഇരുന്നിട്ട് വയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം രാത്രിയായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷയമുണ്ട്. ഇതിൻ്റെ അടി കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. വയർ നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് എവിടെയെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആ വയർ വിട്ടുപോകാനും വണ്ടിയിൽ ടച്ച് ചെയ്യാനും ഷോർട്ട് സർക്യൂട്ട് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രോപ്പറായിട്ട് വയർ ചെയ്ത് അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്കതിന് ശേഷം നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ 4 സ്ട്രിപ്പുകൾ മഡ് ഗാർഡിൻ്റെ ആ ഒരു റാ പോലെയുള്ള, അതായത് ഡൗൺവേർഡ് യു കർവുകളിൽ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. ചേട്ടൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം അത് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു കണക്ഷൻ നമ്മൾ ഫുൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുന്നത്. കുറച്ച് കണക്ഷൻ പുറത്തേക്ക് വിട്ട് കൊടുക്കണം. ഗൈസ്, അങ്ങനെ വണ്ടിയിൽ ലൈറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന അവസാന ഘട്ട പണികളിലാണ്. വണ്ടിയിൽ മ്യൂസിക് റിയാക്റ്റീവ് ലൈറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ബാക്കിൽ മ്യൂസിക് റിയാക്റ്റീവ് ലൈറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. മ്യൂസിക് റിയാക്റ്റീവ് ലൈറ്റ്, അതായത് ലോകത്തിലെ തന്നെ ട്രാൻസ്ഫോമർ ബേസ്ഡ് മ്യൂസിക് റിയാക്റ്റീവ് ലൈറ്റ് ഫസ്റ്റ് നമ്മളവിടെ ചെയ്തത് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് ഇപ്പോൾ വയറിങ് ചെയ്തേക്കുന്നത്. ഈ സൈഡ് ഓക്കെയാണ്. നിങ്ങൾ സൈഡ് കണ്ടോ, പുള്ളി അവിടെ വേറെ എന്തോ അഡീഷണൽ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് മുമ്പാണ് വർക്ക് തീർന്നത്. ഇനി ഇതിൽ ചെറിയ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇനി വരുന്ന ഈ സൈഡും കണ്ടല്ലോ. നമുക്ക് വേണം വണ്ടിയുടെ ഒരു വൈഡ് വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്കിനി വണ്ടി ഓടുമ്പോഴൊക്കെ നോക്കണ്ടേ. പിന്നെ ഉള്ളിൽ ഇൻറ്റീരിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻറ്റീരിയർ മ്യൂസിക് റിയാക്റ്റീവ് ലൈറ്റാണ്. സ്ട്രിപ്പ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ പ്രൂഫ് അല്ല, നോൺ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നോർമൽ ലൈറ്റ്. കുറച്ച് ലെസ് എക്സ്പെൻസീവാണ് ആ ഒരു ലൈറ്റ്. വാട്ടർ പ്രൂഫ് ലൈറ്റ് യൂഷ്വലി എക്സ്പെൻസീവാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കട്ടൗട്ടറും കൂടെ കൊടുത്താൽ മതി. പിന്നെ മുമ്പിൽ ചെറിയൊരു ലൈറ്റുണ്ട്, അതും കൊടുക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ കൊടുത്തേക്കാൻ കണ്ടില്ലേ, ഇതാണ് കേട്ടോ വണ്ടിയുടെ ഹൈലൈറ്റ്.
പിന്നെ ഇതിലോട്ട് നോക്കിയാൽ നമുക്ക് നേരിട്ട് നോക്കാം, കണ്ണിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അത് വലിയൊരു ഉപകാരമാണ് നമുക്ക്. വരിക കണ്ടല്ലോ. ഞങ്ങൾ കഴിഞ്ഞ തവണ ചെയ്തത് ബ്ലൂ അല്ല പേർപ്പിൾ ലൈറ്റാണ് കൊടുത്തത്. പക്ഷേ ഇത്തവണ നമ്മൾ റെഡും ഗ്രീനും കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ. പക്ഷേ ഇതാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ, ഈ ഒരു ലൈറ്റാണ് കണ്ടല്ലോ. കഴിഞ്ഞില്ല. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി നമ്മൾ മ്യൂസിക് റിയാക്റ്റീവ് കണക്ഷൻ കൊടുക്കാനുള്ള സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ആ ഒരു ഫോം ബോർഡിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഫോം ഉരുകി പോകത്തൊന്നുമില്ല. സൂപ്പർ ഗ്ലൂ അത്രയും വലിയ പവറുള്ള കാര്യമായിട്ട് ബാധിക്കുന്ന മെറ്റീരിയലൊന്നും അല്ലത്. പ്രോപ്പറായിട്ട് ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ സർക്യൂട്ട് വെച്ചിട്ട് വോൾട്ടേജ് എൻഹാൻസ് ചെയ്തിട്ടാണ് മ്യൂസിക്കിനനുസരിച്ചുള്ള ഫ്രീക്വൻസി റേറ്റിൽ കറണ്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ലൈറ്റ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ നൈറ്റിൽ വർക്ക് ചെയ്യാനുള്ള കാരണം രാവിലെ നമുക്ക് വർക്കുണ്ടാവും. അപ്പോൾ അതിനുശേഷം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക, കാരണം വിഷ്വൽസിന് ക്ലാരിറ്റി കുറവുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചൊന്ന് വീഡിയോസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്ട്രിപ്പ് താഴെ അഴിച്ചിട്ടിട്ട് നമുക്ക് വീഡിയോയിൽ കിട്ടാൻ പാകത്തിനൊന്ന് അഴിച്ചു വെക്കുകയാണ്. അതിനുശേഷം നമ്മളെല്ലാം ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ വണ്ടിയുടെ വയറിങ് സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്.
അപ്പോൾ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ ഭയങ്കര സിമ്പിൾ വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, വണ്ടി ലൈറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അരോചകമാവുന്ന രീതിയിലുള്ള ലൈറ്റുകൾ സെറ്റപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ വേറെ ശ്രദ്ധിക്കാനുള്ളത്, വണ്ടിക്ക് അധികം പണികളൊന്നും ഉണ്ടാക്കി വരിക. കാരണം ബാറ്ററി കപ്പാസിറ്റി നിങ്ങൾ നോക്കണം. വണ്ടിക്ക് ചിലപ്പോഴില്ലെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ ആ വയറിംഗ് ഒക്കെ പിന്നെ ആ വയറിംഗ് കാരണം പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു ദോഷം വരാതിരിക്കുക. ബേസിക് വയറിംഗ് ആണ്, സിമ്പിൾ വയറിംഗ് ആണ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പറ്റുന്നവരൊക്കെ വണ്ടിയിലൊക്കെ ചെറിയ ചെറിയ ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത്, ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ വണ്ടി നിങ്ങൾ കൊണ്ടുവരുക. ഓക്കെ, അപ്പോൾ തുടർന്ന് നല്ല വീഡിയോ ആയിട്ടും നല്ല കണ്ടന്റ് ആയിട്ടും വീഡിയോ കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.